നമസ്തേ, സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ഇന്ന് മകരസംക്രാന്തിയെക്കുറിച്ചും ഷഠില ഏകാദശിയെക്കുറിച്ചുമാണ് പറയുന്നത്. സൂര്യൻ ദക്ഷിണായനത്തിൽ നിന്നും ഉത്തരായനത്തിലേക്ക് കടക്കുന്ന ഈ ഒരു പുണ്യദിനത്തിന്റെ ഐതിഹ്യങ്ങളും സൂര്യ ആരാധനയുടെ പ്രാധാന്യവും നമുക്ക് നോക്കാം. മകരസംക്രാന്തിയുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഒരു ഐതിഹ്യം മഹാഭാരതത്തിലെ ഭീഷ്മ പിതാമഹനുമായി ബന്ധപ്പെട്ടതാണ്. ശരശയ്യയിൽ കിടന്ന ഭീഷ്മർക്ക് തന്റെ മരണം എപ്പോൾ വേണമെന്ന് തീരുമാനിക്കാനുള്ള ഇച്ഛാമൃത്യു എന്ന വരമുണ്ടായിരുന്നു. എന്നാൽ ഉത്തരായന കാലത്ത് മരിക്കുന്നവർക്ക് പുനർജന്മമില്ലാതെ തന്നെ മോക്ഷം പ്രാപിക്കുമെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നതിനാൽ ശരശയ്യയിൽ 58 ദിവസം കാത്തിരുന്ന ശേഷം സൂര്യൻ ഉത്തരായനത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ ഒരു മകരസംക്രാന്തി ദിനത്തിലാണ് അദ്ദേഹം തന്റെ ദേഹം വെടിഞ്ഞത്. മറ്റൊരു ഐതിഹ്യം അനുസരിച്ച് ദുഷ്ടനായ ശങ്കരാസുരനെ വധിക്കാനായി ആദിപരാശക്തി സംക്രാന്തി ദേവിയായി അവതരിച്ച് സൂര്യഭഗവാന്റെയും മഹാവിഷ്ണുവിന്റെയും സാന്നിധ്യത്തിൽ ശങ്കരാസുരനെ വധിക്കുകയും തിന്മയുടെ മേൽ നന്മ വിജയിച്ച് ഓർമ്മയ്ക്കായി ഈ ദിനം മകരസംക്രാന്തി എന്ന് അറിയപ്പെടുകയും ചെയ്യുന്നു എന്നതാണ്. സൂര്യൻ ഒരു രാശിയിൽ നിന്നും മറ്റൊരു രാശിയിലേക്ക് മാറുന്ന വേളയിൽ പ്രപഞ്ചത്തിലുണ്ടാകുന്ന ഊർജമായാണ് ഇവിടെ ദേവിയെ സങ്കല്പിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് സൂര്യഭഗവാന്റെ അനുഗ്രഹത്തിനായി അന്നേ ദിവസം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. ആദ്യം സൂര്യന് അർഘ്യം സമർപ്പിക്കുകയാണ് വേണ്ടത്. അർഘ്യം എന്നാൽ സൂര്യന് ജലം സമർപ്പിക്കുകയാണ്. ഇതിനായി അതിരാവിലെ തന്നെ ഉണർന്ന് പുണ്യസ്നാനം ചെയ്യണം. പുണ്യസ്നാനം ചെയ്യുന്നതിന് മുമ്പായിട്ട് ചൊല്ലേണ്ട മന്ത്രം നമ്മുടെ സന്ധ്യാദീപം ചാനലില് പുണ്യസ്നാന മന്ത്രം എന്ന വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു മന്ത്രം ജപിച്ചതിന് ശേഷം സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്ത് വേണം നമ്മൾ അർഘ്യം സമർപ്പിക്കേണ്ടത്. ഇതിനായി നമുക്കൊരു ചെറിയ ചെമ്പ് പാത്രമാണ് വേണ്ടത്. അതിൽ കുറച്ച് ജലമെടുക്കാം. ചുവന്ന പൂക്കൾ അതിലേക്ക് ഇടുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ പച്ചരി ഉണ്ടെങ്കിൽ കുറച്ച് പച്ചരിയും ഇടാവുന്നതാണ്. ജലം മാത്രമാണെങ്കിലും യാതൊരു കുഴപ്പവുമില്ല. സൂര്യന് അഭിമുഖമായി നമ്മൾ നിൽക്കണം. ശേഷം നമ്മുടെ നെറ്റിയുടെ മുകളിലേക്ക് ഈ ഒരു പാത്രം ഉയർത്തി ഭഗവാന് സാവധാനം ജലം സമർപ്പിക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഓം സൂര്യായ നമ, ഓം ആദിത്യായ നമ, ഓം ഭാസ്കരായ നമ തുടങ്ങിയ മന്ത്രങ്ങളും കൂടാതെ സൂര്യഗായത്രിയായ ഓം ആദിത്യായ വിദ്മഹേ ദിവാകരായ ധീമഹി തന്നോ സൂര്യ പ്രചോദയാത് എന്നീ മന്ത്രങ്ങളും ജപിക്കാവുന്നതാണ്. ഇങ്ങനെ താഴേക്ക് വീഴുന്ന ജലം നമ്മുടെ കാലുകളിലേക്ക് വീഴാതെ തന്നെ ശ്രദ്ധിക്കണം. ഒന്നുകിൽ ഇത് മറ്റൊരു പാത്രത്തിലേക്ക് വീഴാം, അല്ലെങ്കിൽ ഇത് ഒരു ചെടിച്ചട്ടിയിലേക്കോ വീഴാവുന്നതാണ്. മകരസംക്രാന്തിയുടെ സമയം ആരംഭിക്കുന്നത് ജനുവരി 14-ാം തീയതി ബുധനാഴ്ച ഉച്ചയ്ക്ക് 3:08 മുതൽ സന്ധ്യയ്ക്ക് 6:21 ഉള്ളിലാണ്. അപ്പോൾ ഈ ഒരു സമയത്താണ് ഏറ്റവും കൂടുതൽ നമുക്ക് നല്ല ഫലങ്ങൾ ലഭിക്കുന്നത്. ഈ ഒരു സമയത്ത് തന്നെ വീട്ടിൽ വിളക്ക് കൊളുത്താൻ സാധിക്കുവാണെങ്കിൽ വളരെ ശ്രേഷ്ഠമാണ്. ആ ഒരു സമയത്ത് നമുക്ക് മറ്റു മന്ത്രങ്ങൾ ജപിക്കുന്നതിനോടൊപ്പം തന്നെ ആദിത്യ ഹൃദയ സ്തോത്രം, സൂര്യാഷ്ടകം തുടങ്ങിയ സൂര്യമന്ത്രങ്ങളും ജപിക്കാവുന്നതാണ്. അന്നത്തെ ദിവസം സൂര്യഭഗവാന് പായസം നിവേദിക്കുന്നതും അതുപോലെ തന്നെ സൂര്യക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി യഥേഷ്ടം വഴിപാടുകളും ചെയ്യാവുന്നതാണ്. ഈ ഒരു ദിവസം ചെയ്യുന്ന ദാനധർമാദികൾക്ക് ഇരട്ടി ഫലം ലഭിക്കുമെന്നാണ് വിശ്വാസം. പ്രത്യേകിച്ച് എള്ളും ശർക്കരയും ചേർന്ന് ഭക്ഷണം ദാനം ചെയ്യുന്നതിലൂടെ ശനി ദോഷത്തിന് ശമനമുണ്ടാകുമെന്നാണ് വിശ്വസിക്കുന്നത്. കൂടാതെ കമ്പിളി വസ്ത്രങ്ങൾ ദാനം ചെയ്യുന്നതിലൂടെ ദീർഘായുസ് ലഭിക്കുമെന്നും മറ്റൊരു വിശ്വാസം പറയുന്നു. മകരസംക്രാന്തിയോടനുബന്ധിച്ച് കേരളത്തിലെ ശബരിമലയിൽ തിരുവാഭരണങ്ങൾ ചാർത്തി അയ്യപ്പന് വിശേഷാൽ ദീപാരാധനയും പൂജയും ഒക്കെ ഉള്ളതാണ്. അതുപോലെ തന്നെ മകരജ്യോതി ദർശനവും അന്നത്തെ ദിവസം അനുഷ്ഠിച്ചു വരുന്നു. കൂടാതെ തമിഴ്നാട്ടിൽ മകരസംക്രാന്തിയുടെ ഭാഗമായുള്ള മകരപ്പൊങ്കൽ എന്നത് 4 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷമാണ്. ഇത് വിളവെടുപ്പ് കാലത്തിന്റെ ആരംഭമായി ആഘോഷിക്കപ്പെടുന്നു. ആദ്യത്തെ ദിവസം, അതായത് ജനുവരി 13-ാം തീയതി ഭോഗി പൊങ്കൽ എന്നാണ് അറിയപ്പെടുന്നത്. അന്നത്തെ ദിവസം വീട്ടിലെ പഴയ സാധനങ്ങളൊക്കെ ഉപേക്ഷിച്ച് വീട് നന്നായിട്ട് വൃത്തിയാക്കണം. ജനുവരി 14-ാം തീയതിയാണ് തൈപ്പൊങ്കൽ, അതായത് മകരപ്പൊങ്കൽ. അന്നത്തെ ദിവസം അവർ പൊങ്കൽ നിവേദിച്ച് സൂര്യഭഗവാന് സമർപ്പിക്കുന്നതാണ്. അരിയും പയറും ശർക്കരയും പാലും ചേർത്താണ് പൊങ്കൽ തയ്യാറാക്കുന്നത്. ഇങ്ങനെ പൊങ്കൽ തയ്യാറാക്കുമ്പോൾ പാൽ തിളച്ചു തൂകുന്നത് സമൃദ്ധിയുടെ പ്രതീകമാണ് എന്നവർ വിശ്വസിക്കുന്നുണ്ട്. ജനുവരി 15-ാം തീയതി മാട്ടുപൊങ്കലാണ്. അന്നേ ദിവസം കന്നുകാലികളെയാണ് ആരാധിക്കുന്നത്. ജനുവരി 16-ാം തീയതി കാണും പൊങ്കലാണ്. അതായത് അന്നേ ദിവസം നമ്മുടെ ബന്ധുക്കളെയൊക്കെ സന്ദർശിക്കുന്നതിനായിട്ടുള്ള ഒരു ദിവസമായിട്ടാണ് അവർ കണക്ക് കൂട്ടുന്നത്. ഇങ്ങനെ 4 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ആഘോഷമാണ് തമിഴ്നാട്ടിലെ
മകരപ്പൊങ്കൽ എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ നമ്മുടെ വിവിധ സംസ്ഥാനങ്ങളിൽ മകരസംക്രാന്തി ആഘോഷിക്കപ്പെടുന്നുണ്ട്. ഗുജറാത്തിൽ പട്ടം പറത്തൽ അഥവാ ഉത്തരായൻ എന്ന പേരിലും, പഞ്ചാബിൽ ലോഹ്രി, അസമിൽ ബിഹു എന്നിങ്ങനെ പല പല പേരുകളിൽ മകരസംക്രാന്തി ആഘോഷിക്കപ്പെടുന്നുണ്ട്. ഇനി നമുക്ക് ഷട്ടില ഏകാദശിയെക്കുറിച്ച് പറയാം. ഷട്ട് എന്ന പദത്തിന്റെ അർത്ഥം 6ഉം തില എന്ന പദത്തിന്റെ അർത്ഥം എള്ളും എന്നാണ്. ഈ ഒരു ഏകാദശി ദിവസം എള്ളിന് വളരെയധികം പ്രാധാന്യമുണ്ട്. എള്ളുകൊണ്ട് 6 കാര്യങ്ങളാണ് അന്നത്തെ ദിവസം നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് ഇരട്ടി പുണ്യവും പാപമോചനവും ലഭിക്കുന്നതാണ്. ആദ്യത്തേത്, കുളിക്കുന്ന വെള്ളത്തിൽ കുറച്ച് എള്ള് ചേർത്ത് കുളിക്കുക എന്നതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, എള്ള് ശരീരത്തിൽ അരച്ചു പുരട്ടാവുന്നതാണ്. പിതൃക്കൾക്ക് എള്ളുകൊണ്ട് ബലിതർപ്പണം ചെയ്യുക എന്നതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം, തിലഹോമം നടത്തുക എന്നതാണ്. അഞ്ചാമത്തെ കാര്യം, തിലദാനം, അതായത് എള്ളു ചേർന്ന ഭക്ഷണങ്ങളെ ദാനമായി കൊടുക്കുക എന്നതും. ആറാമത്തെ കാര്യം, തിലഭോജനം, അതായത് എള്ളു ചേർന്ന ഭക്ഷണങ്ങൾ നമ്മൾ തന്നെ കഴിക്കുന്നതുമാണ്. ഇനി മറ്റേ ഏകാദശി പോലെ തന്നെ ഭക്ഷണക്രമമൊക്കെ അങ്ങനെ തന്നെയാണ്. അരിയാഹാരമേ കഴിക്കുവാൻ പാടില്ല. അന്ന് ചെയ്യേണ്ട തുളസി പൂജ, അന്ന് ജപിക്കേണ്ട മന്ത്രങ്ങൾ എന്നിവ നമ്മുടെ ഗുരുവായൂർ ഏകാദശി എന്ന വീഡിയോയുടെ ചാനലിൽ ലഭ്യമാണ്. അന്നത്തെ ദിവസം കഴിയുമെങ്കിൽ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തിയിട്ട് എള്ളെണ്ണ സമർപ്പിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.